CBI അന്വേഷണം പ്രഖ്യാപിച്ചേക്കല്ലേ എന്ന് പറഞ്ഞ് കരയുന്ന മുഖ്യനെയും മകളെയുമാണ് കേരളം കണ്ടത്. അതായത് മാസപ്പടി കേസിൽ അകപ്പെട്ടു നിൽക്കുന്ന മുഖ്യമന്ത്രിയും മകൾ വീണ വിജയനും നെട്ടോട്ടമോടുകയാണ്. സാധാരണ ഒരാൾ കുടുങ്ങുന്നത് പോലെയല്ല. വീണ വിജയൻ മുഖ്യമന്ത്രിയുടെ മകളാണ്. അതുകൊണ്ട് തന്നെ എല്ലാ അന്വേഷണത്തെയും അവർ വല്ലാതെ ഭയക്കുകയാണ്. അങ്ങനെയാണ് മാസപ്പടി കേസിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഹർജിയിൽ എക്സാലോജിക് കമ്പനി ഡയറക്ടറും മുഖ്യമന്ത്രിയുടെ മകളുമായ വീണ ഹൈക്കോടതിയിൽ മറുപടി സത്യവാങ്മൂലം നൽകിയിരിക്കുന്നത്. അതിൽ അവർ പറഞ്ഞിരിക്കുന്നതൊക്കെ കേട്ടാൽ കേരളം തന്നെ ഒന്ന് ചിരിച്ചു പോകും. താൻ വിദ്യാസമ്പന്നയായ യുവതിയാണെന്നും മുഖ്യമന്ത്രിയുടെ മകളായതുകൊണ്ട് മാത്രമാണ് തന്നെ കേസിൽ പ്രതിയാക്കിയതെന്നുമാണ് വീണ സത്യവാങ്മൂലത്തിൽ പറയുന്നത്. മാസപ്പടി വാങ്ങിയതൊക്കെ എല്ലാവർക്കും അറിയുന്നു എന്നുള്ളത് കൊണ്ട് കേരളം ഈ സത്യവാങ്മൂലത്തെ എത്രത്തോളം കണ്ടിരിക്കുന്നു എന്നുള്ളത് നമുക്കറിയാം. ഹർജിയിലെ ആരോപണങ്ങൾ നിലനിൽക്കില്ല എന്നും മാസപ്പടിയിൽ CBI അന്വേഷണം വേണ്ടെന്നും സത്യവാങ്മൂലത്തിൽ വീണ വ്യക്തമാക്കുന്നു. ഹർജിയിലെ ആരോപണങ്ങൾ ബാലിശവും അടിസ്ഥാനമില്ലാത്തതുമാണെന്ന് പറയുന്ന വീണ പൊതു താൽപര്യ ഹർജി തന്നെ ബോധപൂർവം മോശക്കാരിയായി തന്നെ ചിത്രീകരിക്കാൻ വേണ്ടിയാണെന്നും ആരോപിക്കുന്നു. കുറച്ചുകൂടി വീണയുടെ സത്യവാങ്മൂലത്തിലെ വാദങ്ങൾ പരിശോധിച്ചാൽ അതിങ്ങനെയാണ്: മാസപ്പടിയിൽ CBI അന്വേഷണം വേണ്ട, മുഖ്യമന്ത്രിയുടെ മകളായതിനാൽ കേസിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുന്നു. അതുപോലെ എക്സാലോജിക്കിന്റെ പ്രവർത്തനങ്ങളിൽ തന്റെ അച്ഛന്, അതായത് മുഖ്യമന്ത്രിക്ക് യാതൊരു പങ്കുമില്ല. അച്ഛൻ മുഖ്യമന്ത്രിയായത് കമ്പനി സ്ഥാപിച്ച് 2 വർഷത്തിന് ശേഷമാണ് എന്നും പറയുന്നു. അച്ഛൻ പാർട്ടി സെക്രട്ടറി ആയിരുന്നു അതുവരെ എന്നുള്ളത് ഇവിടെ സൂചിപ്പിച്ചിട്ടുമില്ല. എക്സാലോജിക് ബിനാമി കമ്പനിയല്ലെന്നും AKG സെന്റർ സുരക്ഷിത താവളമെന്ന ആരോപണം അടിസ്ഥാനരഹിതമാണെന്നും വീണ പറയാൻ മറന്നിട്ടില്ല സത്യവാങ്മൂലത്തിൽ. AKG സെന്ററിന്റെ വിലാസം തെറ്റായി ഉപയോഗിച്ചതിനല്ല ROC പിഴ ഈടാക്കിയത് എന്നും അവർ പറയുന്നു. വീണ വിജയൻ CMRൽ നിന്നും മാസപ്പടി വാങ്ങിയെന്ന ആരോപണത്തിന്മേൽ CBI അന്വേഷണം വരാൻ ഏറെ സാധ്യതയുണ്ട്. അങ്ങനെയുള്ള ആ CBI അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഹർജിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും കഴിഞ്ഞ ദിവസം സത്യവാങ്മൂലം സമർപ്പിച്ചതാണ്. അങ്ങനെ അച്ഛനും മകളും CBIയെ തടയാൻ വേണ്ടി ബാരിക്കേഡും കൊണ്ട് നിൽക്കുകയാണ്. ഹർജി ലക്ഷ്യം വെക്കുന്നത് രാഷ്ട്രീയ ആക്രമണമാണെന്നും പൊതു താൽപര്യത്തിന്റെ പരിധിയിൽ വരില്ല എന്നുമാണ് മുഖ്യമന്ത്രി ഹൈക്കോടതിയിൽ നൽകിയ സത്യവാങ്മൂലത്തിൽ ചൂണ്ടിക്കാട്ടിയത്. പൊതു താൽപര്യമെന്ന ഉദ്ദേശശുദ്ധി ഹർജിക്കില്ല. ഹർജിക്കാരനായ മാധ്യമപ്രവർത്തകൻ MR അജയന് കേസുമായി ബന്ധപ്പെട്ട് നേരിട്ട് വിവരങ്ങളൊന്നുമില്ല. ആദായ നികുതി വകുപ്പിന്റെ ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിന്റെ ഉത്തരവിന്റെ മാത്രം അടിസ്ഥാനത്തിലാണ് ഈ ഹർജി എന്നും പറയുന്നു. ഏതായാലും മാസപ്പടി വാങ്ങിയതും തട്ടിപ്പ് നടത്തിയതുമായ ആളുകൾക്കെതിരെ പറയുന്നതാണ് ഇപ്പോൾ ഒരു തെറ്റായി കാണുന്നത്. തന്നെയും തൻ്റെ മകളെയും ടാർഗറ്റ് ചെയ്യുകയാണെന്ന് മുഖ്യമന്ത്രി പറയുന്നു. 2 കമ്പനികൾ തമ്മിലെ സാമ്പത്തിക ഇടപാടുകളാണ് നിലവിൽ SFIO അന്വേഷണം നടക്കുന്നതിൽ മറ്റ് കേന്ദ്ര ഏജൻസികൾ അന്വേഷണം ഏറ്റെടുക്കേണ്ടതില്ല എന്നും മുഖ്യമന്ത്രി സമർപ്പിച്ച സത്യവാങ്മൂലത്തിൽ ചൂണ്ടിക്കാട്ടിയിരിക്കുന്നു. അങ്ങനെ ആരൊക്കെ അന്വേഷിക്കണം, ആരൊക്കെ അന്വേഷിക്കരുത് എന്ന് പറയാൻ മുഖ്യമന്ത്രി ഇത്രയും ധൃതിയിൽ തയ്യാറാകുന്നത് തന്നെ അന്വേഷണ ഏജൻസികൾ അടുത്തെത്തിയിരിക്കുന്നു എന്നുള്ള ഭയം കൊണ്ടാണ്. മാത്രമല്ല, സംസ്ഥാന സർക്കാരിനെ കക്ഷി ചേർക്കാത്ത നടപടി ഫെഡറൽ ബന്ധങ്ങളെ നിലനിർത്തുന്ന ഭരണഘടനാ ചട്ടങ്ങളെ ഇല്ലാതാക്കുമെന്നാണ് സത്യവാങ്മൂലത്തിൽ പ്രധാനമായും വാദിക്കുന്നത് മുഖ്യമന്ത്രി. മാസപ്പടി കേസിൽ അന്വേഷണം വേണ്ടെന്ന വിജിലൻസ് കോടതി ഉത്തരവിനെ കോടതിയിൽ ചോദ്യം ചെയ്യാതെ CBI അന്വേഷണം ആവശ്യപ്പെട്ട് ഹൈക്കോടതിയിൽ ഹർജി നൽകിയത് അംഗീകരിക്കാനാവില്ലെന്നും ഇവർ സത്യവാങ്മൂലത്തിൽ പറയുകയാണ്. ഏതായാലും തട്ടിപ്പ് നടത്തി കുടുങ്ങുമെന്നാകുമ്പോൾ അതിൽ നിന്നും രക്ഷപ്പെടാൻ പറ്റുമോ എന്ന് നോക്കുന്ന 2 പേരുടെ ദീനരോധനമാണ് സത്യവാങ്മൂലം എന്ന പേരിൽ നമ്മൾ കണ്ടത്.